നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. മിക്ക സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ്. ആ കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് മാറ്റാം. നമുക്ക് ഈസി ആയിട്ടൊരു ഈ മേഖല പഠിക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മോഹിനിയാട്ടവും അതുപോലെ തന്നെ കഥകളിയും. കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടവും കഥകളിയുമാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ആണ്. 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 എണ്ണമാണ്. ആരൊക്കെയാണ് അവരെ നമുക്കൊന്ന് നോക്കാം. ഭരതനാട്യം തമിഴ്നാട്. തമിഴ്നാട് എന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കഥകളി മോഹിനിയാട്ടം കേരളം. കഥകളി മോഹിനിയാട്ടം ഏതാണ്? കേരളമാണ്. ഒഡീസി ഒഡീഷയാണ്. ഒഡീസി എവിടെ നിന്നാണ്? ഒഡീഷയിൽ നിന്നാണ്. മണിപ്പൂരി മണിപ്പൂരിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. അടുത്തതായി പറയുന്ന രണ്ടെണ്ണമാണ് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ഭാഗത്ത്. കഥക്കാണെങ്കിൽ അത് ഉത്തർപ്രദേശും കുച്ചിപ്പുടിയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശും. കഥക്കാണെങ്കിൽ അത് ഉത്തർപ്രദേശും അതുപോലെ തന്നെ കുച്ചിപ്പുടിയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശും. അതുപോലെ സാത്രിയ എന്ന് പറയുന്നത് ആസാമിന്റെ നൃത്തരൂപമാണ്. സാത്രിയ എന്ന് പറയുന്നത് ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഇതിനകത്ത് സാത്രിയയും കഥക്കും കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒത്തിരി തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി നമുക്ക് ഇവയിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള 3 പേരെ അങ്ങ് പഠിച്ചു തീർക്കാം. മൊത്തം എത്രയാണ്? 8 ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള എന്തുണ്ട്? നൃത്തരൂപങ്ങൾ നമുക്കുണ്ട് ഇന്ത്യയില്. അതിൽ 3 പേരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ആളാണ് ആര് സുഹൃത്തുക്കളെ? കഥകളി. കേരളമാണെന്നുള്ളത് നമുക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം അല്ലെ? PSC പഠിക്കുന്നതും പഠിക്കാത്തതുമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. കേരളത്തിന്റെ സാംസ്കാരിക തന്നെ കലാരൂപം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ കഥകളിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥകളി. അതുപോലെ തന്നെയാണ് പഠിക്കാൻ ഈസി മണിപ്പൂരി. അതിൽ തന്നെ സംസ്ഥാനം കിടപ്പുണ്ട്. ആരാണ്? മണിപ്പൂര്. അതുകൊണ്ട് അതും പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ മണിപ്പൂരി ഏത് സംസ്ഥാനത്തിന്റെയാണ്? മണിപ്പൂർ സംസ്ഥാനത്തിന്റെയാണ്. അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഒഡീസിയും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ആ നൃത്തരൂപത്തിൽ തന്നെ ആ സംസ്ഥാനത്തിന്റെ പേര് കിടപ്പുണ്ട്. ഒഡീസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടത്തതാണ്? ഒഡീഷ സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്. അപ്പൊ ഈസി ആയിട്ടുള്ള 3 നമ്മൾ പഠിച്ചു തീർത്തേ. കഥകളി കേരളത്തിൽ നിന്നുള്ളതാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണത്. മണിപ്പൂരി എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ട് ഏത് സംസ്ഥാനമാണെന്നുള്ളത്? മണിപ്പൂര്. ഒഡീസി അതിൽ തന്നെ ഉണ്ട് ആ സംസ്ഥാനത്തിന്റെ പേര് ഒഡീഷ. ഇനി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള 5 എണ്ണം കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 5 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈസി ആയിട്ട് 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് സ്കോർ ചെയ്യാം. അതിനുവേണ്ടിയാണ് സ്മാർട്ട് കോഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കണം. അപ്പോ ഇനി ക്ലാസിക്കൽ നൃത്തരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ ഓർക്കേണ്ടത് ആരാണ്? MK സാബിത്തിനെയാണ്. ആരെയാണ് സുഹൃത്തുക്കളെ? MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കുക. MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കുക. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടം. അത് എവിടെയാണ്? കേരളത്തിലാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടം. അത് കേരളത്തിലാണ്. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാത്രിയ. ആസാമിലാണ്. അത് എടുത്തു പഠിക്കണം. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എയിലുള്ള മറ്റു സംസ്ഥാനങ്ങളുണ്ട്. വ്യക്തമായിട്ട് പഠിക്കുക. സാത്രിയ ആണ് എങ്കിൽ അത്
അത് ആസാമാണ്. സാത്രിയാണെങ്കിൽ അത് ആരാണ്? ആസാമാണ്. ഇനി ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബിത്തിന്റെ അവസാനത്തെ ബി ടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരതനാട്യമാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സംസ്ഥാനമാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് തമിഴ്നാട് സംസ്ഥാനമാണ്. അപ്പൊ കോഡ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. എം കെ സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വളരെ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്നതാണ്. കൺഫ്യൂസിംഗ് ഫാക്ട് ഉള്ള പിന്നെയുള്ള 3 നമ്മളിപ്പോ പറഞ്ഞത്. എം കെ സാബിത്ത് എന്നുള്ള കോഡ് വെച്ച് ഇതിൽ എം എന്ന് വെച്ചാൽ മോഹിനിയാട്ടം, കെ എന്ന് വെച്ചാൽ എവിടെയാണ്? കേരള സംസ്ഥാനത്തിലെ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്രിയ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആസാമാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അത് രൂപപ്പെട്ടത്. ഇത്രയും സുഹൃത്തുക്കൾക്ക് പഠിച്ചല്ലോ, ഈസി ആണല്ലോ. അപ്പൊ എം കെ സാബിത്ത് എന്നുള്ള കോഡ് ഓർത്ത് വെച്ചിരിക്കുക. ഇനിയുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റും മോസ്റ്റ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള 2 പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അവയാണ് കുച്ചിപ്പുടിയും കഥകം. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന 2 പോയിന്റാണ് പറഞ്ഞത്. കുച്ചിപ്പുടിയുടെയും കഥകിന്റെയും ജന്മ സംസ്ഥാനം ഏത് എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. സുഹൃത്തുക്കളെ, കുച്ചിപ്പുടി എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ അല്ലേ കെയും യുവും? കുച്ചിപ്പുടി എന്ന് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? കെയും യുവും ആണ് വരുന്നത്. അതുപോലെ തന്നെ കഥക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ ഏതായിരിക്കും സുഹൃത്തുക്കളെ? കെ എ ആയിരിക്കത്തില്ലേ സുഹൃത്തു? ആ 2 ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കുച്ചിപ്പുടി എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ എന്താണ്? കെ യു ആണ്. അതുപോലെ തന്നെ കഥക് എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എന്താണ്? കെ എ ആണ്. ഇത്രയും സുഹൃത്തുക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി കെ യു ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എ എന്നങ്ങ് എഴുതുക. കെ യു ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എ എന്ന് എഴുതുക. അതായത് കുച്ചിപ്പുടിയാണ് ചോദിക്കുന്നതെങ്കിൽ. ഇനി കഥക് കെ എ ആണ് ചോദിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ യു എന്ന് എഴുതുക. കെ എ ആണ് ചോദിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ എന്താണ് എഴുതേണ്ടത്? യു ആണ് എഴുതേണ്ടത്. കെ എ എന്ന് വെച്ചാൽ കഥക് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പൂർണ്ണമായി കോഡൊന്ന് പഠിക്കാം. കെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ചിപ്പുടി, അത് എ ആണ് എഴുതേണ്ടത്. അപ്പോൾ അവൻ ആരാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് എന്ന് മനസ്സിൽ വരിക. അപ്പൊ കുച്ചിപ്പുടി ഏ സംസ്ഥാനത്തിന്റെയാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെയാണ്. ഇനി കെ എ കഥകാണ് ചോദിക്കുന്നെങ്കിൽ കെ എ ആണ്. അതിന് നമ്മൾ യു എന്ന ആൻസർ കൊടുക്കുക. കെ എ ആണെങ്കിൽ എന്തെന്ന് കൊടുക്കുക? യു എന്ന ആൻസർ കൊടുക്കുക. അപ്പോൾ അത് ഉത്തർപ്രദേശ് ആണ് എന്ന് നമ്മുടെ മനസ്സിലിരിക്കണം. കെ എ എന്ന് വെച്ചാൽ കഥകാണ്. അതെവിടെയാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക് എന്ന് പറയുന്നത്. കെ യുവും അതുപോലെ തന്നെ കെ എയുമാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുത്തോളെ. കെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? കെ എ എന്ന് നമ്മൾ പറഞ്ഞു. കെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുച്ചിപ്പുടിയെ സൂചിപ്പിക്കുന്നു. കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥകിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ കെ യു ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? അവനിൽ ഇല്ലാത്തത് ആരാണോ അയാൾ എഴുതുക. ആരാണ്? എ ആണ് അതിനകത്ത് ഇല്ലാത്തത്. അപ്പോ എ എന്ത് ചെയ്യുക? എഴുതുക. ഇനി കെ എ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനകത്ത് ആരില്ല? യു ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? യു എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് കൊടുക്കുക. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് എന്തായിരുന്നാലും ലഭിക്കും. സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.